2005 2006 കേന്ദ്ര സ്കീമിൽ 1 രൂപ പോലും കൂട്ടിയിട്ടില്ല. അത് ഞങ്ങൾക്ക് വേണ്ട. ഇനി നിങ്ങൾ ഓണററി വർദ്ധിപ്പിച്ചാൽ മതി എന്നുള്ള പൊളിറ്റിക്സ് ആണ് ഈ സമരത്തിൽ എന്നുള്ളതാണല്ലോ. പക്ഷേ അതില് ഇല്ല, അതിൽ വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് LDF ഒരു വാഗ്ദാനം നൽകിയിരുന്നു, ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്നത്. വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ആര് പറഞ്ഞു? 2000 രൂപ അതിനുശേഷം വർദ്ധിപ്പിച്ചല്ലോ. അതിനുശേഷം വർദ്ധിപ്പിച്ചു. ഓണറേറിയം ഉയർത്തും. അപ്പോൾ ഇതൊരു ഈ പറഞ്ഞ കാര്യമാണല്ലോ. ഞങ്ങൾക്ക് സംസ്ഥാനം വർദ്ധിപ്പിച്ചാൽ മതി, അങ്ങ് ഡൽഹിയിൽ പോയി ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കേണ്ട എന്ന് പറയുന്ന രാഷ്ട്രീയമുണ്ടല്ലോ. അത് SUCI അതാണ് മുന്നോട്ട് വെക്കുന്നത്. ഞാൻ പറയുന്നത് ഒരു കാര്യമുള്ളൂ. 26,125 ആശമാർ സംസ്ഥാനത്തുണ്ട്. അതിൽ മൊത്തം കണക്കുകൾ എടുക്കുമ്പോൾ 400-450 പേരാണ് പരമാവധി. ഇപ്പോൾ സംസ്ഥാനം മുഴുവൻ അത് പനിയായിട്ടോ അല്ലാതെയൊക്കെ ലീവ് എടുത്ത് വരാതിരിക്കുന്നവരുടെ കൂടി കണക്കും അതിൽ ഉൾപ്പെടുന്നുണ്ട്. എന്നാലും 400-450 പേരാണ് ഉള്ളത്. ഇതാണ് ഒരു നിസ്സഹരണത്തിലുള്ളത്. ബാക്കി 25,600 പേരെ സംബന്ധിച്ചിടത്തോളം അവർ ഫീൽഡിലുണ്ട്. അവർ സർക്കാരിനെ വിശ്വസിച്ച് ആണ്. ആ വിശ്വാസമാണ് ഏറ്റവും പ്രധാനം. ആ വിശ്വാസം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇത്രയും നാൾ ആശമാരെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും നല്ല നിലയിൽ ചെയ്തിട്ടുള്ളത് ഇടതുപക്ഷ സർക്കാരാണ് എന്നുള്ളതാണ്. അത് ഏറ്റവും മികച്ച നിലയിൽ തന്നെ ചെയ്തിട്ടുള്ള ഇടതുപക്ഷ സർക്കാരാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. ആ നിലപാടാണ് ഇടതുപക്ഷ സർക്കാരിനുള്ളത്. സ്കീം വർക്കേഴ്സിനെ കേന്ദ്രം ചേർത്ത് പിടിക്കാത്തപ്പോഴും സംസ്ഥാനം തന്നെയാണ് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്നത്. സംസ്ഥാനം പറയുന്നതെല്ലാം തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രി പാർലമെന്റിൽ അടക്കം നിഷേധിക്കുകയാണ് ചെയ്തത്. കുടിശ്ശികയില്ല എന്ന് പറഞ്ഞു. ഇന്നലെയും പറഞ്ഞ സംസ്ഥാന വിഷയമാണ്, സംസ്ഥാനമാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടത്, പോളിസി മാറ്റേഴ്സിലടക്കം സഹായം നൽകുകയാണ് കേന്ദ്രത്തിന് പറ്റിയാണ്. അപ്പൊ ഇങ്ങനെ ഒരു സന്ദിഗ്ധ ഘട്ടത്തിൽ മന്ത്രി ഇങ്ങനെ കൂടിക്കാഴ്ച നടത്തുമ്പോൾ എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? അപ്പം ഈ ഒരു അപ്പോയിന്റ്മെന്റ് ലഭിക്കാതെ തന്നെ ഇപ്പൊ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നൊരു സാഹചര്യമൊക്കെയാണല്ലോ. അല്ല, അത് അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് നമ്മൾ തേടി. അപ്പോയിന്റ്മെന്റ് അദ്ദേഹം അങ്ങനൊരു വ്യക്തിയല്ലാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അദ്ദേഹം ഞാൻ ഈ ആദ്യത്തെ ഇപ്പോഴല്ലല്ലോ, ഞാൻ മാസങ്ങൾക്ക് മുമ്പ് നടന്ന ചർച്ചയിലും അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് അതിൽ പ്രതികരിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ സമയം അനുസരിച്ച് അദ്ദേഹം തരും, അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ റെപ്രസെന്റേഷൻ അദ്ദേഹത്തിന്റെ ഓഫീസിൽ എത്തിക്കും. അതിൽ കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ 4 കാര്യങ്ങളാണ് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെടുന്ന. ആശമാരുടെ കാര്യത്തിൽ തന്നെ ഇൻസെന്റീവ്സ് ഉണ്ട്. ഈ വുമൺ വോളണ്ടിയർ, അതായത് പോളിസി, അത് വളരെ ചോദ്യം അങ്ങനെ കേന്ദ്രം പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്, കേന്ദ്ര ഗൈഡ് ലൈനിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ കേന്ദ്ര ഗൈഡ് ലൈൻ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളിൽ എന്ത് മാറ്റം വരുത്തണം എന്നുള്ളത് കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കേണ്ടതായിട്ട് ഉള്ളത്. അപ്പോൾ അതിൽ ഈ ആശമാരുടെ കാര്യം പറയുമ്പോൾ ഇതെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ 23-24 സംസ്ഥാനത്തിന് ലഭിക്കാനുള്ള ക്യാഷ് ഗ്രാന്റ് നൽകണമെന്നുള്ളത്. 3-മത്തത് എയിംസിന്റെ കാര്യം. 4-മത്തത് കാസർഗോഡും വയനാടും നമുക്ക് മെഡിക്കൽ കോളേജ് വേണം. നമുക്ക് ഇത്ര നഴ്സിംഗ് കോളേജുകളും മെഡിക്കൽ കോളേജുകൾക്ക് രാജ്യം മുഴുവൻ നൽകിയിട്ടും നമുക്ക് ഒരു കേന്ദ്ര ധനസഹായത്തോട് കൂടിയിട്ടുള്ളൊരു മെഡിക്കൽ കോളേജ് ഇപ്പോൾ കാസർഗോഡും വയനാടും ഒക്കെ നമുക്ക് 2 ഇടത്തോടെയാണ് നമ്മൾ ഇനി ആരംഭിക്കാനുള്ളത്. അത് വേണം. ഇത്രയും കാര്യങ്ങളാണ് അതിലുള്ളത്. അത് ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രിയോട് ഞാൻ അഭ്യർത്ഥിക്കും. സുരേഷ് ഗോപി തന്നെ അത് നദ്ദയുടെ ഓഫീസിൽ നിന്ന് തന്നതാണെന്ന് അവിടെ വന്ന് സുരേഷ് ഗോപി തന്നെ പറഞ്ഞിരുന്നു. ആ കണക്ക് എപ്പോഴെങ്കിലും റെഫർ ചെയ്തിട്ടുണ്ടോ? ആ കണക്കുകൾ ശരിയാണോ? എന്താണ്? അല്ല, അത് ശരിക്കും വാർത്താക്കുറിപ്പായിരുന്നു. അല്ല, വാർത്താക്കുറിപ്പായിരുന്നോ? എനിക്ക് അറിയാത്തതുകൊണ്ട് ചോദിച്ചാ. അല്ല, ഒരു കുറിപ്പെന്നല്ലേ പറഞ്ഞേ, അത് ശരിക്കും വാർത്താക്കുറിപ്പായിരുന്നോ? അല്ല, ഇവിടെ സുരേഷ് ഗോപിയുടെ ഓഫീസ് തന്നെ അവൈൽ ചെയ്ത ഇതാണ്. അപ്പൊ അദ്ദേഹം പിന്നീട് പറഞ്ഞല്ലോ, ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കണക്കുകളാണ് അല്ല, അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കാം. അല്ല, മിനിസ്റ്റർ പിന്നീട് അത് കണ്ടോ? ആ കണക്കുകൾ ശരിയാണോ എന്ന് ചോദിച്ചു. അല്ല, ഞാൻ വാർത്താക്കുറിപ്പ് എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുത്ത കേരളത്തിനെതിരെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു. ഒരിക്കലും ഒരു സംസ്ഥാനത്തിനെതിരെ ഒരു മിനിസ്ട്രിയും പ്രയോഗിക്കാത്ത വാക്കുകൾ അതിൽ ഉള്ളതുകൊണ്ടാണ് ഈ കുറിപ്പ് എന്താണെന്നൊന്ന് കാണാമെന്ന് വിചാരിച്ചാണ് പരിശോധിച്ചത്. അപ്പോൾ നിങ്ങളെല്ലാവരും ആണ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലേ? അപ്പോഴാണ് അതൊരു വാർത്താക്കുറിപ്പ് അല്ല, ഒരു വ്യാജ കുറിപ്പാണെന്നുള്ളത് മനസ്സിലായത്. അത് ചോദിച്ചത് നന്നായി. അപ്പോൾ ശരിക്കും അതൊരു വലിയ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര അപകടകരമായിട്ടുള്ളൊരു സ്ഥിതിയാണ്. ഒരു കുറിപ്പ് വരുമ്പോൾ പറയാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ. ആരും ഓൺ ചെയ്തു? അദ്ദേഹത്തിന്റെ മന്ത്രാലയം ഏതാ? അല്ല, സുരേഷ് ഗോപി എവിടത്തെ ഓൺ ചെയ്തു? അത് അദ്ദേഹത്തോട് ചോദിക്കാം. അല്ല, അദ്ദേഹം ഓൺ ചെയ്തു. നിങ്ങളുടെയൊക്കെ മാധ്യമ പ്രവർത്തന ചരിത്രത്തിലെ യാതൊരു ഇതിലില്ല. അതായത് ഇത് വലിയ അപകടമുള്ള ഒരു വിഷയമാണ്. ജനാധിപത്യത്തിൽ ഒരു കുറിപ്പ് വരുന്നു, ആ കുറിപ്പ് പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ അത് ആരോഗ്യ മന്ത്രാലയം തരുന്നു, എന്നിട്ട് മറ്റൊരാൾ പറയുകയാണ് അത് ആരോഗ്യ മന്ത്രാലയം തന്നതാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ വലിയ അപകടമല്ലേ? ഇതൊന്നും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ. ഞാൻ മാധ്യമപ്രവർത്തകരുടെ മുൻപ് വളരെ മുതിർന്ന, വളരെ
പരിണിതപ്രജ്ഞരായിട്ടുള്ള മാധ്യമ അല്ല ആയിക്കോട്ടെ. അപ്പൊ അദ്ദേഹം പറയട്ടെ, അതിന്റെ ഉത്തരം ഞാനല്ല. ഞാൻ നിയമസഭയിൽ ടേബിൾ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ പബ്ലിക് ഡോക്യുമെന്റ്. It's a public document. You can verify. I have placed every paper related to this. എന്താണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കാനുള്ളത് എന്നുള്ളതിൻ്റെ കൃത്യമായ കണക്ക് കേരള നിയമസഭയിൽ ഐ ഹാവ് ടേബിൾ ദ ഡോക്യുമെന്റ് ആൻഡ് യു ക്യാൻ വെരിഫൈ. എന്താണ് അതിൻ്റെ ശരി, എന്താണ് തെറ്റ്? ഒരു കുറിപ്പോ ഒന്നുമല്ല. ഇറ്റ്സ് എ ഡോക്യുമെന്റ് ആൻഡ് വെൻ ഐ ടേബിൾഡ് ഇറ്റ് ഹാസ് ബിക്കം എ പബ്ലിക് ഡോക്യുമെന്റ്. നൗ യു ക്യാൻ വെരിഫൈ. ഈ കേന്ദ്രമന്ത്രി പാർലമെന്റിൽ പറഞ്ഞത്, ഈ വാർത്താക്കുറിപ്പിനപ്പുറത്തേക്ക് പാർലമെന്റിൽ പറഞ്ഞത്, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആയുഷ്മാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു പണവും കേരളത്തിന് നൽകാനില്ല. അത് മാത്രമല്ല, നൽകിയ പണത്തിന്റെ കണക്ക് ഇതുവരെ കേന്ദ്രത്തിന് നൽകിയിട്ടില്ല എന്നാണ് പാർലമെന്റിൽ പറഞ്ഞത്. വസ്തുത എന്താണ്? അതിന്റെ വസ്തുത കേരള നിയമസഭയുടെ മുൻപിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. കേരള നിയമസഭ നടക്കുന്ന സമയമാണ്, സഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് ഞാൻ സഭയിൽ അവതരിപ്പിച്ചു, ടേബിൾ ചെയ്തു. ഇത് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ള യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ടേബിൾ ചെയ്തു. അത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. അല്ല, ഞാൻ പറഞ്ഞത് വളരെ കൃത്യമാണല്ലോ. ഞാൻ വെച്ച രേഖകൾ അതെന്താണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് അത് വെരിഫൈ ചെയ്യാത്തത്? ഓഫീസേഴ്സ് ഒപ്പിട്ട് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തതിൻ്റെ രേഖ 2025 ഫെബ്രുവരി മാസം വരെ കൊടുത്തിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് 2025 ഫെബ്രുവരി മാസം വരെ ഞാനിപ്പോൾ ടേബിൾ ചെയ്യുമ്പോൾ ഏത് മാസമായിരുന്നു അതിന് തൊട്ട് തലേത് മാസം വരെ. ഇപ്പോൾ ഫെബ്രുവരിയിലാണോ ഞാൻ ടേബിൾ ചെയ്തത്, അങ്ങനെയാണെങ്കിൽ ജനുവരി വരെ ഉള്ളത്. അല്ല, മാർച്ചിലാണ് ഞാൻ ടേബിൾ ചെയ്തതെങ്കിൽ തൊട്ട് മുമ്പത്തെ മാസം വരെയുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും ഞാൻ വെച്ച ഡോക്യുമെൻറ്റിലുണ്ട്. അത് വെരിഫൈ ചെയ്യാം എന്നുള്ളതാണ്. അത് വളരെ സുതാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത്, അഭ്യർത്ഥിക്കുന്നത് നിങ്ങളെല്ലാവരോടും, നിങ്ങളതിൻ്റെ സത്യം പരിശോധിച്ച് ആ സത്യത്തിനൊപ്പം നിൽക്കണം എന്നാണ്. എന്താണ് സത്യം എന്നുള്ളത് പരിശോധിച്ച് സത്യത്തിനൊപ്പം നിൽക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. ആ പേപ്പർ ഞാൻ പബ്ലിക് ഡോക്യുമെന്റ് ആണ്, അത് ദയവായിട്ട് അദ്ദേഹത്തിന്റെ തീർച്ചയായിട്ടും അങ്ങനെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിൽ ആ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ സ്റ്റേറ്റ് മിഷനിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം, സ്റ്റേറ്റ് മിഷൻ നൽകിയ രേഖകളും അനുസരിച്ച് 2005-2006 കാലഘട്ടത്തിലെ ഇൻസെന്റീവ് തന്നെയാണ് ഇപ്പോഴും ചോദിച്ചിരിക്കുന്നു. അത് സാമ്പത്തിക പ്രശ്നം കൊണ്ട് അത്രയും ആകില്ലെന്നുണ്ട്. പക്ഷേ സർക്കാർ ഏതെങ്കിലും മാർജിൻ അങ്ങോട്ട് പറഞ്ഞിരുന്നു, ഒരു ബാർഗൈൻ മാർജിൻ എന്നുള്ള രീതിയിൽ പറഞ്ഞില്ല? അങ്ങനെയല്ല, അവരോട് പറഞ്ഞല്ലോ. അതായത് ഇപ്പോൾ ഇടതുപക്ഷ സർക്കാർ ചുമതല ഏൽക്കുമ്പോൾ 2005-2006 ആശാ സ്കീം തുടങ്ങുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് തുടങ്ങിയത് 2007 ബഹുമാനിയായിട്ടുള്ള ശ്രീമതി ടീച്ചർ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ്. ആദ്യമായിട്ടൊരു ഓണററിയം പ്രഖ്യാപിക്കുന്നത് അന്നത്തെ LDF സർക്കാരാണ്, 300 രൂപ എന്നുള്ളത്. പിന്നീട് ആ സർക്കാരിൻ്റെ അവസാന ബജറ്റിൽ അത് 500 രൂപയാക്കി ഉയർത്തി. പിന്നീട് വന്ന സർക്കാർ 2011 അധികാരത്തിലെത്തിയ UDF സർക്കാർ ഈ ഓണററിയം കൊടുത്തു തുടങ്ങുന്നത് 2013 2 വർഷം കഴിഞ്ഞിട്ടാണ്. അതിനുശേഷം ആ 500 രൂപ എന്നുള്ളത് പിന്നെ 600 രൂപയായി, 700 രൂപയായി, 800 രൂപയായി, 900, 400 രൂപ വർദ്ധിപ്പിച്ചു. എന്നിട്ട് അവർ പോകുന്ന സമയത്ത് 1000 രൂപ പ്രഖ്യാപിച്ചു. പക്ഷെ 2016 LDF സർക്കാർ വന്നപ്പോഴാണ് 1000 രൂപ കൊടുത്തു തുടങ്ങി. ഈ 1000 രൂപ കൊടുത്തു തുടങ്ങുമ്പോൾ മുൻപത്തെ നിലയിൽ 100 രൂപ വർദ്ധിപ്പിച്ചല്ല പോയത്. ഇടതുപക്ഷ സർക്കാരിൻ്റെ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ നല്ല നിലയിലുള്ള വർധനവ് ഉണ്ടായി. അതാണ് ഇപ്പോൾ പറയുന്ന ഓണററിയം മാത്രമാണ് 7000 രൂപ എന്നുള്ളത്. ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിലും ഓണററിയത്തിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട്. ആ വർധനവ് ഇപ്പോൾ കേന്ദ്ര സ്കീമിലുള്ള ആശമാരാകട്ടെ, അങ്കണവാടി പ്രവർത്തകരാകട്ടെ, മറ്റ് സ്കീമിലുള്ള എല്ലാവർക്കും അവർക്ക് ലഭിക്കുന്ന ഓണറേറിയം, അത് ഓണറേറിയമാണല്ലോ, അതാണ് കേന്ദ്രം പറയുന്നത്, അവർക്ക് ലഭിക്കുന്നത് ഓണറേറിയമാണ്. ആ ഓണറേറിയം വീണ്ടും വർദ്ധിപ്പിച്ച് നൽകുന്നതിനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, അങ്കണവാടി പ്രവർത്തകരുടെ അത്രയും സംസ്ഥാന സർക്കാർ കൊടുക്കുമ്പോൾ 2500 രൂപയിൽ താഴെയാണ് കേന്ദ്രം നൽകുന്നത്. അത് നമ്മൾ കാണണം, ഒരു കേന്ദ്ര സ്കീമാണ്. ആ കേന്ദ്ര സ്കീമിൽ സ്റ്റേറ്റ് കൊടുക്കുന്നത് എത്രയാണ്, കേന്ദ്രത്തിന്റെ ഷെയർ എത്രയാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഇതിൽ വളരെ കൃത്യമായ നിലപാട് തന്നെയാണ് ഉള്ളത്. ആ നിലപാടിൽ തന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വ്യക്തവും സുതാര്യവുമായിട്ടുള്ള നിലപാട്. ഓണററി വർദ്ധിപ്പിക്കണമെന്നാണ് അവരുടെ ആവശ്യം, ഇൻസെന്റീവ് കൂട്ടണമെന്നല്ല. അപ്പൊ അതിനുവേണ്ടി മന്ത്രി ബ്രാൻഡിങ്ങായിട്ടുള്ള ഇഷ്യൂ ആയിരുന്നില്ല, പിന്നീട് മാറിയിരിക്കും. അല്ല, കോ ബ്രാൻഡിങ് ചെയ്യാത്ത പല സംസ്ഥാനങ്ങളും ഉണ്ടല്ലോ ഇപ്പോഴും. അതായത് ആയുഷ്മാൻ വെൽനസ് സെന്റർ എന്നാണ് ആദ്യം പറഞ്ഞത്. അത് നവംബർ മാസത്തിൽ തന്നെ നമ്മൾ മാറ്റിയിരുന്നു.
അത് കോബ്രാൻഡിങ്, അതായത് നമ്മുടെ ഒരു ആരോഗ്യ കേന്ദ്രത്തിൽ പോകുമ്പോൾ ആയുഷ്മാൻ ആരോഗ്യ മന്ദിരത്തിൽ ഇപ്പോൾ തൊട്ടടുത്തുള്ള താലൂക്ക് ആശുപത്രി പോകുമ്പോൾ അല്ലെങ്കിൽ ആരോഗ്യ കേന്ദ്രത്തിൽ പോകുമ്പോൾ ഞാൻ ആയുഷ്മാൻ ആരോഗ്യ മന്ദിരത്തിൽ വരെ പോയിട്ട് വരട്ടെ എന്നല്ലല്ലോ, ഞാൻ അവിടെ ആരോഗ്യ കേന്ദ്രത്തിൽ ഒന്ന് പോയിട്ട് വരട്ടെ എന്നല്ലേ പറയാം, എൻ്റെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഒന്ന് പോയിട്ട് വരട്ടെ എന്നുള്ളത്. അപ്പം നമ്മുടെ പേരിനൊപ്പം മറ്റു പേര് കൂടി വെക്കാം എന്നുള്ള സർക്കാർ നിലപാടായിരുന്നു. അത് നവംബർ മാസത്തോടു കൂടി കോബ്രാൻഡിങ് അംഗീകരിക്കപ്പെട്ടു, നമ്മൾ അതെല്ലാം ചെയ്തു. അപ്പോൾ പിന്നെ വേറൊരു സർക്കുലർ വന്നു, അത് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നുള്ളതാണ്. അത് ഫെബ്രുവരി മാസത്തോടുകൂടി അതും ചെയ്ത് നമ്മൾ കൊടുത്തിരുന്നു. അപ്പോൾ അത് സംബന്ധിച്ച് കാര്യങ്ങളെല്ലാം സോൾവ് അതായത് ചെയ്യേണ്ടതായിട്ടുള്ളത് നമ്മൾ ചെയ്ത, ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ പ്ലാൻ ഫണ്ടാണെങ്കിലും MLA ഫണ്ടാണെങ്കിലും ഒക്കെ ചെയ്തിട്ടുള്ള കെട്ടിടങ്ങളിലാണ് ഈ വിഷയം. ഒരു MLA 50 ലക്ഷം രൂപ കൊടുത്തൊരു ആരോഗ്യ കേന്ദ്രം നിർമ്മിച്ചു എന്ന് വിചാരിക്കുക, അതിൻ്റെ പേരാണ് ആ നിലയിൽ മാറ്റണം എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അത് എല്ലാവരും പൊളിറ്റിക്കൽ വ്യത്യാസം ഇല്ലാതെ നമ്മളെല്ലാവരും ചർച്ച ചെയ്തിട്ട് കേന്ദ്രത്തെ അറിയിച്ചു. കേന്ദ്രം അത് നമ്മൾ പറഞ്ഞ അനുസരിച്ച് കോബ്രാൻഡിങ് നമ്മൾ ചെയ്തു. അതിലാണല്ലോ മുന്നോട്ട് പോകുന്നത്. ആദ്യത്തെ സംവിധാനമല്ലേ, നമ്മളൊരു ഫെഡറൽ സംവിധാനമല്ലേ. അപ്പോൾ ആ ഒരു ഫെഡറൽ സംവിധാനത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ സംസ്ഥാനം ആ നിലയിലും മുന്നോട്ട് പോയി, കേന്ദ്രം അതിൽ ഇത് ചെയ്തു. അപ്പോൾ പുതിയ പഴയ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയെ ഞാൻ കണ്ടിരുന്നു. അതിനുശേഷം പുതിയ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയും അദ്ദേഹത്തോടും അന്നത്തെ കൂടിക്കാഴ്ചയിൽ പറഞ്ഞു. അല്ല, അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഞാൻ പറയാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് പറയണ്ട. ഞാൻ പറഞ്ഞല്ലോ, മൊത്തം സ്റ്റേറ്റിൽ 26,125 ആശമാരിൽ ഏതെങ്കിലും തരത്തിൽ ഫീൽഡിൽ ഇല്ലാത്തതായിട്ട് ഏതെങ്കിലും തരത്തിൽ അതിൽ ഈ സമരത്തിലുള്ളവരുമുണ്ട്. അതൊരു 400-450 പേര്, 26,125 പേര്. ബാക്കി 25,600 പേരും ഫീൽഡിലുള്ളവരാണ്. ഇപ്പം നമ്മൾ ഈ ഒരാഴ്ച തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി 5 ദിവസം നമ്മൾ ട്രെയിനിങ് നടത്തുകയാണ്. ആ ട്രെയിനിങ്ങിൽ ഇന്നലെ വരെ പങ്കെടുക്കേണ്ടിയിരുന്നത് 17,190 ആശമാരാണ്. അതിൽ ആ ട്രെയിനിങ്ങിൽ 17,190 പേരിൽ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാതെ ഇരുന്നത് 650 പേര്. ആ 650 പേരിൽ മെറ്റേണിറ്റി ലീവിലുള്ളവരുണ്ട്. ആ 650 പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്സിഡൻറ്റോ മറ്റോ പറ്റി കിടപ്പിലായിട്ടുള്ളവരുണ്ട്. ആ കാരണങ്ങളാൽ, പേഴ്സണൽ കാര്യങ്ങളാൽ ട്രെയിനിങ്ങിന് വരാൻ പറ്റാത്തവരുണ്ട്. അവർക്ക് ട്രെയിനിങ് പിന്നീട് കൊടുക്കും. ഈ 2 ദിവസം കൂടെ ബാക്കി 9,000 പേർക്ക് കൂടി കൊടുക്കുന്നുണ്ട്, കോഴിക്കോടും തൃശ്ശൂരിൻ്റെയും വിവിധ മേഖലയിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ സമരത്തിന് നേതൃത്വം നൽകുന്നത് ഈ പറഞ്ഞ സംഘടനയാണല്ലോ. അപ്പോൾ അതിൽ ഇത്ര പേരാണ് അതിലുള്ളത്. ബഹുഭൂരിപക്ഷം ആശമാരും സർക്കാരിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് ഈ സർക്കാർ ചെയ്ത കാര്യങ്ങൾ കൊണ്ടാണ്. ഈ സർക്കാരാണത് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ ട്രെയിനിങ് അല്ല, എത്രയോ ട്രെയിനിങ്ങുകൾ ആശമാർക്ക് നിരന്തരമായ ട്രെയിനിങ്. ഇതൊക്കെ വ്യാഖ്യാനങ്ങളാണ് മാധ്യമങ്ങളുടെ, അല്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമങ്ങളുടെ SUCയുടെ ഒക്കെ വ്യാഖ്യാനമായിരിക്കും. അതിനൊന്നും പ്രതികരിക്കാനായിട്ട് ഞാൻ നിൽക്കുന്നില്ല. അതൊന്നും പ്രതികരണം അർഹിക്കുന്നതല്ല. കാരണം ആദ്യത്തെ ട്രെയിനിങ് ആണെങ്കിൽ ശരി, ഓക്കെ, ആശമാർക്ക് സംസ്ഥാനത്ത് ആദ്യമായിട്ടൊരു ട്രെയിനിങ് നടക്കുന്നെങ്കിൽ ഓക്കെ, അതങ്ങനെ അല്ലല്ലോ. അതൊന്നും പ്രതികരണം അർഹിക്കാത്ത